Hello guys, welcome back to my channel. ഇന്നൊരു ഹോസ്പിറ്റൽ ഡേ വ്ളോഗാണ്. 8.5 മാസത്തിലെ ലാസ്റ്റ് ചെക്കപ്പ് ഉണ്ട്. അങ്ങനെ ഇന്ന് പോകണം. 2 മണിക്കാണ് ടോക്കൺ കിട്ടിയിട്ടുള്ളത്. ഒരു 12 മണി 12:30 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ. ഇന്ന് രാവിലെയാണ് പോകണം. ഇന്ന് ഉച്ചയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സ്കാനിങ് കഴിഞ്ഞ് ഇനി ഡോക്ടറിനെയും കാണണം. ഡോക്ടർ വൈകിട്ട് വരെ ഉണ്ട്. അങ്ങനെ നമ്മൾ പോവാൻ റെഡിയാവേ. അങ്ങനെ എല്ലാവരും റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. 12:30 ഇറങ്ങണമായിരുന്നു. നമ്മളിപ്പോൾ ഇറങ്ങി വന്നപ്പോൾ അത് 1 മണിയായി. ഇക്ക ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു. ഹാനിയും ഇക്കായും കൂടെ നേരത്തെ തന്നെ കാറിൽ പോയിരുന്നു. അങ്ങനെ ഞാനും എന്താ ഇറങ്ങി. ഈ സമയത്തൊന്നും പുറത്തൊന്നും ഇറങ്ങാനേ വയ്യ, ഭയങ്കര ചൂടാണ്. നിങ്ങളവിടെയും ചൂട് ഇതുപോലെ തന്നെയാണോ? ഹാനിയ റെഡി ആയത് മുതലേ ഇക്കായെ വിളിച്ചുകൊണ്ട് കാറിൽ പോകാമെന്ന് പറഞ്ഞ് ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെയാണ് ഇക്ക നേരത്തെ പോയി കാറിരുന്നത്. അങ്ങനെ ഇക്കതാ കാറൊക്കെ ഇറക്കി. ഹാനി ഫ്രണ്ടിൽ തന്നെ ഇക്കാരെടുത്തിരിപ്പുണ്ട്. നമ്മളാരും വരുന്നില്ല എന്നാണ് അവൾ ഈ നോക്കുന്നത്. അവൾക്ക് എവിടെയെങ്കിലും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം, അതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നതുകൊണ്ട് അതൊരു വലിയ യാത്രയാണ്. ഇവിടെ നെടുമങ്ങാട് നിന്ന് PRS വരെ നല്ല രീതിക്ക് ദൂരമുണ്ട്. രാവിലെ പോണതുകൊണ്ട് ഇന്ന് ഉച്ചയായപ്പോൾ ഭയങ്കര ക്ഷീണം, ഇറങ്ങാനോ ഒന്നും വയ്യ, ഭയങ്കര ഒരു മടി. ചോറൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാനുള്ള ടൈമല്ലേ. വിഷുവിൻ്റെ അന്നായിരുന്നു സ്കാനിങ് കിട്ടിയത്. വിഷു ആയതുകൊണ്ട് തന്നെ നല്ല തിരക്ക് റോഡിൽ കാണുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ റോഡിലൊന്നും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, എല്ലാം നല്ല ബ്ലാങ്കായിട്ട് കിടന്ന്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റി. കാറിൽ കയറിയ ഹാനിയുടെ സീറ്റ് എപ്പോഴും ഇവിടെയാണ്. അവൾ പാട്ടും കൂടെ ഇടുമ്പോൾ അതിനൊത്ത് ഡാൻസും അവിടെ തന്നെ പാട്ടും പാടി നല്ല എൻജോയ് ചെയ്തിരിക്കും. ഇവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് നല്ല റോഡൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണുകയും ചെയ്യാം. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവൾ ഇരിക്കുകയും ചെയ്യും. വിഷു ആയതുകൊണ്ട് തന്നെ ഞാൻ അവൾക്ക് പട്ടുപാവാടയും ഉടുപ്പുമാണ് ഇട്ട് കൊടുത്തത്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. നമ്മളവിടെ ഇറക്കിയിട്ട് ഇക്ക പാർക്ക് ചെയ്യാനായിട്ട് പോയി. ഇന്ന് ഹോസ്പിറ്റലിൽ ഉച്ചയ്ക്ക് ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൻ്റെ അകത്ത് തന്നെ നമുക്ക് പാർക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇക്കക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. ഹാനിയ നല്ല ഉറക്കമായി. അങ്ങനെ നമ്മൾ നേരെ ലിഫ്റ്റിൻ്റെ അവിടെ പോയി. ലിഫ്റ്റിൻ്റെ അവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. 2-3 പ്രാവശ്യം മുകളിലും താഴെയൊക്കെ പോയിട്ട് വന്നതിന് ശേഷം നമുക്ക് ലിഫ്റ്റിൽ കയറാൻ പറ്റിയത്. ഇപ്പം ഞാൻ വലുതായിട്ട് സ്റ്റെപ്പ് കയറാത്തത് കൊണ്ട് നമുക്കവിടെ കുറേ നേരം നിൽക്കേണ്ടി വന്നു. 2nd ഫ്ലോറിലാണ് ഡോക്ടർ ഇരിക്കുന്നത്. സ്കാനിങ്ങും അവിടെ തന്നെയാണ്. അങ്ങനെ സ്കാനിങ് റൂമിൻ്റെ അവിടെ എത്തി. നമ്മൾ എത്തിയ സമയത്ത് 17ാമത്തെ ടോക്കൺ ആയിരുന്നു. എനിക്കുള്ളത് 20ാമത്തെ ടോക്കണാണ്. അങ്ങനെ നമ്മൾ പേപ്പറൊക്കെ അകത്ത് കൊടുത്ത് പുറത്തിരുന്നപ്പോൾ അവരവിടെ നിന്നൊരു ഫോം ഫില്ല് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് സ്കാനിങ് വിളിക്കുന്നത് നോക്കി പുറത്തിരുന്നു. കുറേ ടൈം എടുത്തായിരുന്നു. 17 ആണെങ്കിലും ഒരാളെ കയറ്റിയിട്ട് ഒരുപാട് നേരം കഴിഞ്ഞാണ് അടുത്തയാളെ കയറ്റി. അതിനിതാ ഉണർന്ന് വരുന്നുണ്ട്. അവൾക്ക് തല എത്തിയത് അവൾ അറിഞ്ഞില്ല. അങ്ങനെ നോക്കിയിരുന്നു അവൾ എവിടെയാണെന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി ഡോക്ടറിൻ്റെ OPയും കൂടെ എടുത്ത് വെച്ചായിരുന്നു. കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിനിത സജിൻ എന്ന് പറഞ്ഞ ഡോക്ടറിനെയാണ് കാണിക്കുന്നത്. സ്കാനിങ്ങിന് വിളിക്കാൻ വേണ്ടി ഞാനും ഇക്കായും കൂടെ പുറത്ത് വെയിറ്റ് ചെയ്തിരുന്നു. അതിനേക്കിങ്ങനെ ചുമ്മാ ഇവിടെ ഇരിക്കണേന്നും ഇഷ്ടമില്ല. അവളത് ഇക്കായെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോയി നടക്കാമെന്ന് പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ ഇരിക്കാനൊന്നും അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അവസാനം ഇക്കായും മോളും കൂടെ നടക്കാനായിട്ട് ഇറങ്ങി. നടന്നിട്ട് വരാനുണ്ട്. എല്ലാവരും കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഡോക്ടറിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഡോക്ടറിന് ഇടയ്ക്കൊന്ന് ലഞ്ച് ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വിളിക്കും. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹാനി ഇവിടെ കളി തുടങ്ങിയിട്ടുണ്ട്. ഓട്ടവും ചാട്ടവും എല്ലാം അവളത് അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് വന്നുകൊണ്ട് തന്നെ ഡോക്ടറിൻ്റെ അവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഡോക്ടറിനെയൊക്കെ കാണിച്ചു. ഡോക്ടർ ഒരു ടാബ്ലറ്റ് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. കാൽഷ്യമാണ് ഞാൻ കഴിക്കുന്നുണ്ട്, പക്ഷേ അതെൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ അത് വാങ്ങിയില്ല. വേറൊരു ടാബ്ലറ്റ് എഴുതുന്നുണ്ട്. അതൊക്കെ വാങ്ങി നമ്മളിത് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഹാനി ആരും എടുക്കുകയൊന്നും വേണ്ട, അവൾക്ക് ഇങ്ങനെ കയ്യും പിടിച്ച് നടക്കണം. ലിഫ്റ്റ് വെയിറ്റ് ചെയ്ത് വീണ്ടും വന്ന് നിൽപ്പായി. പക്ഷേ ഇപ്പോഴും ലിഫ്റ്റിൽ നല്ല തിരക്കായിരുന്നു. നമുക്ക് ലിഫ്റ്റിൽ കയറാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിയാണ് താഴെ വന്നത്. അങ്ങനെ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് കാറൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ പോയി കയറി ഇറങ്ങിയതുകൊണ്ട് വീട്ടിൽ നിന്ന് ചോറൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഒരുപാട് നേരം നമുക്ക് ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യേണ്ടതൊന്നും വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് ബേക്കറിയിലേക്കാണ് നിർത്തിയത്. അവിടെ നിന്നൊരു ഷാർജയും പപ്സും വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അങ്ങനെ നമ്മൾ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. സ്കാനിങ്ങിന് വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഗ്രോത്ത് എല്ലാം നോർമലാണ്. അപ്പോൾ പിന്നെ ഡോക്ടർ C-സെക്ഷൻ്റെ ഡേറ്റ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 29 C-സെക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞ്. ഹാനിയയ്ക്ക് C-സെക്ഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് അടുത്തതും C-സെക്ഷൻ തന്നെയാണ്. 28-ന് അഡ്മിഷൻ ചെയ്തിട്ട് 29-ന് C-സെക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ അതിൻ്റെ വെയിറ്റിംഗാണ്. ബാഗൊക്കെ നമ്മൾ നേരത്തെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് അതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.